ഹായ് ഫ്രണ്ട്സ്, നുറുങ്ങോട്ടം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ചെറിയൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. പക്ഷെ ആ കേക്ക് ഉണ്ടാക്കണേന് ഒരു സന്തോഷമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അത് നമുക്ക് വീഡിയോയ്ക്ക് അവസാനം കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ കേക്ക് ഉണ്ടാക്കണ എങ്ങനെയാന്ന് നോക്കാം. നമ്മളിന്ന് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് നോക്കാൻ കേട്ടോ. നമ്മൾ വീട്ടിൽ സാധാരണ ചായ കുടിക്കാനൊക്കെ എടുക്കുന്ന ചില്ല് ഗ്ലാസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ചില്ല് ഗ്ലാസ്സിലാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിൽ വേണം എടുക്കാൻ കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച സാധനം ഒന്നും എടുക്കരുത്. ഫ്രിഡ്ജിൽ നിന്ന് പുറത്തിറക്കി വെച്ച് തണവ് പോയതിന് ശേഷം മാത്രമേ കേക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ഒരു ഗ്ലാസ് നിറച്ച് മൈദ എടുത്തു. അതിലേക്ക് 2 സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ചെയ്യുമ്പോൾ നമുക്ക് കേക്കിന് പ്രത്യേക ടേസ്റ്റും ഒരു പ്രത്യേകതയാണ് കേക്കിന്. പിന്നെ നമുക്കൊരു 3/4 സ്പൂണിൻ്റെ അടുത്ത് ബേക്കിംഗ് പൗഡറും ഒരു 1/4 സ്പൂണിനും കുറച്ച് കൂടുതൽ ബേക്കിംഗ് സോഡയും ചേർക്കുക. 3 സ്പൂണ് കൊക്കോ പൗഡറും ചേർക്കുക. നുള്ളുപ്പ് അതുകൊണ്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇത് അരിച്ചെടുക്കുക. 3 പ്രാവശ്യം നമ്മൾ അരിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് ഒരു കട്ടയൊക്കെ വരുന്നുണ്ടല്ലോ, അത് എടുത്ത് കളയരുത് കേട്ടോ. അത് സ്പൂൺ കൊണ്ട് ഇങ്ങനെ പൊടിച്ചരിക്കാൻ ചേർത്ത് നന്നായിട്ട് 3 പ്രാവശ്യം അരിച്ച് അത് മാറ്റി വെക്കുക. നമുക്ക് പിന്നെ വേണ്ടത് 3 മുട്ട പൊട്ടിച്ചിടുക. നമ്മൾ നേരത്തെ മൈദ എടുത്ത ഗ്ലാസ് ഉണ്ടല്ലോ, ആ സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു 3/4 ഗ്ലാസ്സാണ് ഞാൻ പഞ്ചസാര പൊടിച്ചത് എടുത്തേക്കുന്നത്. അത് എനിക്കിവിടെ മധുരം കുറവ് മതി കേക്കിന്. മധുരം കൂടുതൽ വേണ്ടവർ ഒരു ഗ്ലാസ് വരെ പഞ്ചസാര എടുത്തോളൂ കേട്ടോ, അല്ലെങ്കിൽ മധുരം കുറവായി പോവുക. അത് നന്നായിട്ട് മുട്ട 3 ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒരു സ്പൂണ് വാനില എസൻസ് കൊണ്ട് ഒഴിച്ച് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. അത്യാവശ്യം അതൊരു പറഞ്ഞു വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് അതിൽ മിക്സാക്കി എടുക്കാം. അത് കഴിഞ്ഞാൽ അതേ സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു 1/2 ഗ്ലാസ്സിലും കൂടുതൽ സൺഫ്ലവർ ഓയിൽ എടുക്കുക. ആ സൺഫ്ലവർ ഓയിലും നമ്മൾ അതിലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായി പറഞ്ഞിട്ട് തിക്കായിട്ടുള്ള പോലെ മുട്ട പറഞ്ഞു വരും, നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതുപോലെ ആകുമ്പോൾ നമുക്കത് നിർത്താം. ഇത്രയും മതി, ഇതിലും കൂടുതൽ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരത്തെ നമുക്ക് നമ്മൾ ഇഡ്ഡലിച്ചെമ്പിലാണ് കേക്ക് ഉണ്ടാക്കാൻ വെച്ചേക്കണേ. അതൊന്നും പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ അടുപ്പിൽ, ലോ ഫ്ലെയിമിൽ. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടിയിട്ട് അരിച്ച് വെച്ച പൊടി ഉണ്ടല്ലോ, അത് 2-3 സ്പൂൺ അങ്ങനെ കുറച്ചായിട്ട് ഈ ബാറ്ററിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറേ സ്പീഡിൽ മിക്സ് ചെയ്യരുത് കേട്ടോ, പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഈ വീഡിയോ ഫാസ്റ്റാക്കി കാണിച്ചിരിക്കുന്നതാണ്, ഇല്ലെങ്കിൽ വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത്ത് കൂടി. നന്നായിട്ടത് കുറച്ചിട്ട് മിക്സ് ആക്കി എടുക്കുക. അത് ഏകദേശം ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ തിക്ക് ലാസ്റ്റ് കണ്ടോ, ഇത്രയും കട്ടി ഉണ്ടാവണം അതിന്. നമ്മൾ കേക്ക് ഉണ്ടാക്കാനുള്ള ട്രേയിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് തടവി എടുത്ത് അതിലേക്ക് കുറച്ച് മൈദയും കൂടി കോട്ട് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് ബട്ടർ പേപ്പറിന് പകരം അത് മതി. അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് നമുക്ക് ഇളകിപ്പോരും ചെയ്യും കേക്ക്. നമ്മളതിൽ ഒഴിച്ച് കഴിയുമ്പോൾ ആ ബാറ്ററിൽ നിറച്ച എയർ ബബിൾസ് ഉണ്ടാവും, അത് പോവാനായിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അത് വെച്ചിട്ടൊരു അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ ഇടണം തീ കേട്ടോ. ലോ ഫ്ലെയിമിൽ അരമണിക്കൂർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്മെല്ല് വരും കേക്ക് ബേക്ക് ആകുമ്പോൾ. അപ്പം നമുക്കത് തുറന്നിട്ടൊന്ന് ടൂപ്പിക്കൊണ്ട് കുത്തി കൊടുക്കുക. അരമണിക്കൂറിന് ചിലപ്പോൾ അരമണിക്കൂറിന് മുമ്പ് ചിലപ്പോൾ ആയെന്ന് വരാം. അപ്പം സ്മെല്ല് നന്നായി വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ടൂപ്പിക്കിലൊന്നും ഒട്ടിപ്പിടിക്കണമെങ്കിൽ നന്നായി വെന്തു എന്നാണ് അർത്ഥം. ഒട്ടിപ്പിടിക്കണമെങ്കിൽ വെന്തിട്ടില്ല. അപ്പോൾ കുറച്ചേരം കൂടിയും ഒന്ന് വെച്ചോളാം. ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് തട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ടുണ്ട് കേക്ക് ഇങ്ങനെ ഡീമോൾഡായിട്ട് ഇങ്ങനെ കയ്യിലേക്ക് വരും. ഇത് നമ്മുടെ ആ ഒരു അടിയിലത്തെ പീസ് വന്നാണ് അത് ജസ്റ്റ് തോണ്ടിക്കഴിഞ്ഞാൽ പോകുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ക്രീം എടുക്കാം. വിപ്പിംഗ് ക്രീം 2 ഗ്ലാസ്, അത് നേരത്തെ എടുത്ത സെയിം ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നമ്മൾ പാത്രം കമത്തി പിടിക്കുമ്പോൾ പോകാൻ പാടില്ല. അതാണ് അതിൻ്റെ ഒരു കണക്ക്. അത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് കേക്ക് നമുക്ക് ലെയറായിട്ട് മുറിച്ചെടുക്കാം. 3 ലെയറായിട്ട് മുറിച്ചെടുക്കാം. കത്തിയും കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് നൂല് കൊണ്ടോ ആയാലും മുറിച്ചെടുക്കാം. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം ചെയ്യാൻ സൗകര്യം അതുപോലെ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് ചെറി മുറിച്ചിട്ട് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ചെറി സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. ചെറി ഇല്ലെങ്കിൽ പഞ്ചസാര മാത്രമായാലും കുഴപ്പമില്ല. വെള്ളം വെച്ച് നന്നായി തിളപ്പിച്ചിട്ട് ചൂടാറണേ, അപ്പോൾ ചൂടാറാൻ വെക്കുക ഇത് മുറിനേക്കളൊക്കെ മുമ്പ്. അപ്പോൾ നമുക്ക് നമ്മളതിന് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നന്നായി ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റിയെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വെച്ച് ഇങ്ങനെ കറക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു റൗണ്ട് ആയിട്ടുള്ള പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അടിക്ക് കട്ടി കുറവായിട്ട് മുകളിലേക്ക് ഇങ്ങനെ വിരിവുള്ളത്. അതിൻ്റെ മുകളിലൊരു പ്ലേറ്റ് ഇങ്ങനെ കമത്തി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ നമുക്ക് തിരിച്ചെടുക്കാം. നിലത്ത് വെച്ചതിനേക്കാളും എളുപ്പമാണ് അതിൽ വെച്ച് നമുക്ക് തിരിച്ചെടുക്കുമ്പോൾ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് വെക്കാനുള്ള ബേസിൽ വെച്ചിട്ട് അത് കുറച്ച് ക്രീമാക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ മുറിച്ചിട്ടില്ലേ കേക്ക് സ്പഞ്ച് എന്നാണ് പറയുന്നത് നമ്മൾ. ആ സ്പഞ്ചിൻ്റെ ഏറ്റവും മുകളിലെ പീസാണ് അടിയിൽ വെച്ച് കൊടുത്തേക്കുന്നത്. അത് വെച്ച് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചെറിയ സിറപ്പ് നന്നായി ഒഴിച്ചു കൊടുക്കുക.
ചെറിയ സിറപ്പ് അധികം ഒഴിച്ചില്ലെങ്കിലേ നമുക്ക് കേക്ക് ഭയങ്കര ഡ്രൈ ആയ പോലെ തോന്നും. ഇതാകുമ്പോൾ കുറച്ച് ജ്യൂസി പോലെ ആവും കേക്ക്. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിരിക്കുന്ന ക്രീം കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ കോട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ പിന്നെ സ്പഞ്ച് വയ്ക്കുക, അതിന് 3 സ്പഞ്ചും വെക്കുക, ചെറിയ സിറപ്പ് ഒഴിക്കുക, ക്രീമൊക്കെ കോട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 3 ചെയ്തെടുക്കുക. അത് ചെയ്തിട്ട് നമ്മളൊന്ന് ഹാർട്ട് ഷേപ്പ് കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചേക്കണം. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാട്ടോ ചെയ്യണേ. നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഇങ്ങനെ അതൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഒരു സ്കെയിൽ എടുത്ത് ചെയ്താകുമ്പോൾ നമുക്ക് തെറ്റാണ്ട് കിട്ടുമല്ലോ. മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് തെറ്റാണ്ട് എടുക്കാനായിട്ട് എളുപ്പത്തിലാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ മുറിച്ചെടുത്തിട്ട് ആ താഴത്തെ പീസിൽ നിന്ന് നേരെ കേക്കിൻ്റെ മേളിൽ വശത്ത് കൊണ്ടുവയ്ക്കുക. ക്രീമൊക്കെ ഉള്ളതുകൊണ്ട് സിമ്പിളായിട്ട് ഒട്ടിരിക്കുന്നുണ്ട് കേട്ടോ. എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു ഇതൊക്കെ ഇരിക്കും നന്നായി ഇരിക്കുമോ, ഒട്ടിപ്പിടിക്കാനെങ്കിൽ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് ഒട്ടിയിരുന്നു കേട്ടോ. അത് നമ്മൾ ക്രീമൊക്കെ ചെയ്ത് കുഴപ്പമില്ല, അത്യാവശ്യം ഒരു ഹാർട്ട് ഷേപ്പൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഡെക്കറേറ്റ് ചെയ്യാനായിട്ടേ ഇത് ഇങ്ങനത്തെ നോസിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് ആദ്യം വൈറ്റ് തന്നെ ക്രീം ഇട്ടിട്ടാണ് ഞാൻ ചെയ്ത് കൊടുത്തേക്കുന്നത്. വലിയ ഓവറായ ഡെക്കറേഷനൊന്നുമില്ല. പിന്നെ ഇത് കളർ ചേർക്കാൻ ഞാൻ മാജിക് റെഡ് കളർ എടുത്തേക്കുന്നത്. അതും ഇട്ടിട്ട് മിക്സാക്കി ഡെക്കറേഷൻ ചെയ്തു. പിന്നെ മക്കളുടെ പിറന്നാളാണ്, അതിന് വേണ്ടിയാണ് ഞാൻ കേക്ക് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോ നമ്മള് പറഞ്ഞ പോലെ തന്നെ ഞാൻ സസ്പെൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളെ കേക്ക് ഉണ്ടാക്കാനുള്ള കാരണം നമ്മൾ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കേക്ക് ഉണ്ടാക്കാൻ കാരണം ഇവർ രണ്ടുപേരും ബർത്ത്ഡേ ആണ്. 3 വയസ്സ് വ്യത്യാസമുണ്ട് ഇവര്. പക്ഷെ 3 വർഷവും ഒരു ദിവസം തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് അവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഉണ്ടാകുക. അപ്പൊ നമുക്ക് നമ്മളുണ്ടാക്കിയ കേക്ക് മുറിച്ച് കഴിക്കാൻ പോകുന്ന ടേസ്റ്റ് ഇവർ രണ്ടുപേരും പറയും. ഓക്കെ, നമുക്ക് ആദ്യം തൊപ്പ് വെച്ച് കൊടുക്കാം. If you think that I'ma slow down, don't wanna hear it talking shit, fuck the drama. You keep it coming, I'ma send you to your mama. It's the whip, quick clip, get the guns out. Dropping bodies in the place till the sun's out. Can't fuck with me, so don't even try. Cause when the bullets fly, I'm the last one to die. Pulling up black windows once you go down. You must be crazy if you think that I'ma slow down. Don't wanna hear it talking shit, fuck the drama. You keep it coming, I'ma send you to your mama. It's the whip, quick clip, get the guns out. Dropping bodies in the place till the sun's out. Can't fuck with me, so don't even try. Cause when the bullets fly, I'm the last one to die.